പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. മാസങ്ങളായി നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഫ്രാൻസിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ 14 സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പേരിട്ടിരിക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഡിജിറ്റലായാണ് ഒപ്പുവെച്ചത്. ഒമാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കുറച്ചുകാലമായി നടന്നുവന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇരുവിഭാഗവും ഒപ്പുവെക്കാൻ ധാരണയായത്. എന്നാൽ കരാർ ഒപ്പിട്ടതിന് പിന്നാലെ ഇറാനെതിരെ കടുത്ത ഭീഷണിയാണ് ട്രംപ് മുഴക്കിയത്. ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും ഇറാൻ കൃത്യമായി വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ബോംബ് ആക്രമണം നടത്തുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. അതോടൊപ്പം സമാധാനം യാഥാർത്ഥ്യമായെന്ന് പ്രഖ്യാപിച്ച ഇറാൻ വിദേശകാര്യ വക്താവ് കരാർ എത്രത്തോളം കൃത്യമായി നടപ്പിലാകുമെന്ന് പരിശോധിക്കേണ്ട സമയമാണ് ഇനി വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതിനിടെ കരാറിന്റെ പൂർണ്ണരൂപം അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. 14 വ്യവസ്ഥകൾ അടങ്ങിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിൽ 60 ദിവസത്തിനകം തീരുമാനമാകും. കരാർ പ്രകാരം ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ തുറമുഖങ്ങളിലും സൈനിക നടപടികൾ ഉടനടി നിർത്തലാക്കേണ്ടതാണ്. ഇനി മുതൽ പരസ്പരം യുദ്ധമോ സൈനിക നടപടികളോ ആരംഭിക്കില്ലെന്നും ബലപ്രയോഗം നടത്തുകയോ അതിനുള്ള ഭീഷണി മുഴക്കുകയോ ചെയ്യില്ലെന്നും ലെബനന്റെ അതിർത്തിയും പരമാധികാരവും സംരക്ഷിക്കുമെന്നും ഉറപ്പു നൽകുന്നുവെന്നും കരാറിലുണ്ട്. ഇതാണ് കരാറിലെ ആദ്യ വ്യവസ്ഥ. അമേരിക്കയും ഇറാനും പരസ്പരം പരമാധികാരത്തെയും ഭൂപ്രദേശങ്ങളുടെ അഖണ്ഡതയെയും മാനിക്കുമെന്നും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും കരാറിലെ രണ്ടാമത്തെ വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു. പരമാവധി 60 ദിവസമാണ് അന്തിമ കരാറിലെത്താനും അതിനുള്ള ചർച്ചകൾ നടത്താനുമുള്ള സമയം. ആവശ്യമെങ്കിൽ പരസ്പര സമ്മതത്തോടെ അമേരിക്കയ്ക്കും ഇറാനും ഈ കാലാവധി നീട്ടാവുന്നതാണെന്ന് മൂന്നാമത്തെ വ്യവസ്ഥയിൽ പറയുന്നു. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധവും മറ്റ് തടസ്സങ്ങളും നീക്കം ചെയ്യുമെന്നതാണ് നാലാമത്തെ വ്യവസ്ഥ. കരാർ പ്രകാരം 30 ദിവസത്തിനുള്ളിൽ നാവികോപരോധം പൂർണ്ണമായും അവസാനിപ്പിക്കും. ഇറാന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കുമെന്ന് അമേരിക്ക ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒമാൻ കടലിലേക്കും തിരിച്ചും വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് യാതൊരു നിരക്കുമില്ലാതെ സഞ്ചരിക്കാനുള്ള ക്രമീകരണങ്ങളും ഇറാൻ ഒരുക്കുമെന്ന് അഞ്ചാമത്തെ വ്യവസ്ഥയിൽ പറയുന്നു. വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം ഉടൻ തന്നെ ആരംഭിക്കും. മാത്രമല്ല, പേർഷ്യൻ ഗൾഫിലെ മറ്റ് തീരദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി ഭരണത്തെക്കുറിച്ച് ഒമാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായി ഇറാൻ ചർച്ച നടത്തും. ആറാമത്തെ വ്യവസ്ഥയിൽ പറയുന്നത് ഇറാന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ്. പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $300 ബില്യൺ വകയിരുത്തിക്കൊണ്ടുള്ള ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. ഇക്കാര്യങ്ങൾ 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിന്റെ ഭാഗമായി തീരുമാനിക്കും. ഇതിനായി വേണ്ട സാമ്പത്തിക ഇടപാടുകൾക്കുള്ള എല്ലാ ലൈസൻസുകളും ഇളവുകളും അനുമതികളും അമേരിക്ക നൽകുന്നതാണ്. കരാറിന്റെ ഭാഗമായി നിശ്ചിത സമയത്തിനുള്ളിൽ ഇറാനെതിരെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പ്രമേയങ്ങൾ, അമേരിക്കയുടെ ഏകപക്ഷീയ ഉപരോധങ്ങൾ എന്നിവയുൾപ്പെടെ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്യുന്നതാണ് ഏഴാമത്തെ വ്യവസ്ഥ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് എട്ടാമതായി വരുന്നത്. ഇറാൻ ആണവായുധങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യില്ലെന്ന് കരാറിൽ ഉറപ്പു നൽകുന്നുണ്ട്. ആണവോർജ ഏജൻസിയായ IAEAയുടെ മേൽനോട്ടത്തിൽ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരസ്പര ധാരണയോടെ തീരുമാനിക്കാനും അമേരിക്കയും ഇറാനും സമ്മതിച്ചു. അന്തിമ കരാർ ഉണ്ടാകുന്നതുവരെ ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികളിൽ മാറ്റം വരുത്തില്ല. അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ലെന്നും ഈ മേഖലയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കില്ലെന്നും ഉറപ്പു നൽകുന്നതാണ് 9ാമത്തെ വ്യവസ്ഥ. 10ാമത്തെ വ്യവസ്ഥയും നിർണായകമാണ്. ഇതുപ്രകാരം ഉപരോധങ്ങൾ അവസാനിക്കുന്നതുവരെ ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയും അതുമായി ബന്ധപ്പെട്ട ബാങ്കിംഗ് ഇടപാടുകൾ, ഇൻഷുറൻസ്, ഗതാഗതം തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും ആവശ്യമായ ഇളവുകൾ US ട്രഷറി വകുപ്പ് നൽകും. മരവിപ്പിച്ചിരിക്കുന്ന ഇറാനിയൻ ഫണ്ടുകളും ആസ്തികളും പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇറാനെ അനുവദിക്കുന്നതാണ് 11ാമത്തെ വ്യവസ്ഥ. വിട്ടുനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചർച്ചകളിലൂടെ അമേരിക്കയും ഇറാനും ചേർന്ന് തീരുമാനിക്കും. ധാരണാപത്രം വിജയകരമായി നടപ്പിലാക്കുന്നതിനും ഭാവിയിൽ അന്തിമ കരാർ പാലിക്കപ്പെടുന്നതും നിരീക്ഷിക്കുന്നതിനായി ഒരു ഉന്നതതല നിരീക്ഷണ സംവിധാനം രൂപീകരിക്കുമെന്ന് 12ാമത്തെ വ്യവസ്ഥയിൽ പറയുന്നു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇതിലെ 1, 4, 5, 10, 11 എന്നീ ഖണ്ഡികകളിലെ കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയാൽ ബാക്കി ഖണ്ഡികകളെ അടിസ്ഥാനമാക്കി അന്തിമ കരാറിനായുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് 13ാമത്തെ വ്യവസ്ഥ. അന്തിമ കരാറിന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ ഔദ്യോഗിക അംഗീകാരം ഉണ്ടായിരിക്കുമെന്നതാണ് 14ാമത്തെ വ്യവസ്ഥയായി പറഞ്ഞിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിൽ നിർണായകമാണ് ഈ ധാരണാപത്രം. കരാർ പ്രകാരം 60 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ കരാറിലേക്ക് ഇരുപക്ഷവും കടക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.